ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൗണ്ട് പെൻഡുലത്തെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് കോമ്പൗണ്ട് പെൻഡുലം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വി നോ ദാറ്റ് എ കോമ്പൗണ്ട് പെൻഡുലം ഈസ് ഓൾസോ നോൺ ആസ് എ ഫിസിക്കൽ പെൻഡുലം ആൻഡ് ഇറ്റ് ഈസ് എ ബോഡി ഓഫ് എനി ആർബിട്രറി ഷേപ്പ് pivoted at any point so that it can oscillate in a plane where its center of mass is slightly displaced on one side and is released. അതായത് എനിക്ക് ഏത് ആർബിട്രറി ഷേപ്പിലുള്ള ഒരു വസ്തുവിനെയും എനിക്കൊരു കോമ്പൗണ്ട് പെൻഡുലമാക്കി കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ നമ്മൾ ഒരു സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും, ഒരു പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരു കോമ്പൗണ്ട് പെൻഡുലം. അത് ഇനീഷ്യലി ആ കോമ്പൗണ്ട് പെൻഡുലം എങ്ങനെയാണ് ഇരുന്നത് എന്നുള്ളതാണ് ഈ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടപ്പോൾ ആ കോമ്പൗണ്ട് പെൻഡുലം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മളതിനെ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോഴുള്ള ഷേപ്പാണ് ഈ കണ്ടിന്യൂസ് കർവിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ എസ് എന്ന് പറയുന്ന പോയിന്റിൽ ആണ് സെൻറ്റർ ഓഫ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതായത് ആ പോയിൻ്റാണ് ആ പോയിന്റിലാണ് നമ്മളിതിനെ വോളിൽ എന്ത് ചെയ്യുന്നത്? അതിനെ നമ്മൾ തൂക്കിയിടുന്നത്. അവിടെ നിന്നാണ് നമ്മളതിനെ ഓസിലേറ്റ് ചെയ്യുന്നത്. സോ ദിസ് എസ് ഈസ് കോൾഡ് ദ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ. ജി എന്ന് പറയുന്ന പോയിൻ്റാണ് ഈ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നമ്മളതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ജി എന്ന് പറയുന്ന പോയിൻ്റ് ജി പ്രൈം എന്ന് പറയുന്ന പുതിയൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു. So this G and G prime are the center of gravity of the body before displacement and after displacement. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ പീരിയഡ്, അതായത് കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ടൈം പീരിയഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് കിട്ടിയ ടൈം പീരിയഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് T is equal to 2 into square root of I divided by mgl എന്നുള്ളതായിരുന്നു. where I is the moment of inertia of the body, m എന്ന് പറയുന്നത് മാസ് ആണ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, സ്മോൾ l എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ സെൻറ്റർ ഓഫ് സസ്പെൻഷനും അതുപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി അവിടെ നിന്ന് നമ്മൾ ടി ഈസ് ഈക്വൽ ടു 2 into സ്ക്വയർ റൂട്ട് ഓഫ് ഐ ഡിവൈഡഡ് ബൈ എം ജി എൽ എന്നുള്ളതിനെ ഐ ബൈ എം എല്ലിനെ നമ്മൾ ക്യാപിറ്റൽ എൽ എന്ന് വിളിച്ചു. അങ്ങനെ നമ്മൾ ആ എക്സ്പ്രഷനെ ടി ഈസ് ഈക്വൽ ടു 2 into സ്ക്വയർ റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് എഴുതി. ഹിയർ ദിസ് എൽ ഈസ് കോൾഡ് ദ ലെങ്ത് ഓഫ് ആൻ ഈക്വലൻറ്റ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് പറഞ്ഞു. ആ റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ കെ എന്ന് വിളിച്ചു. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആൻഡ് യൂസിങ് ദിസ് കോൺസെപ്റ്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എം കെ സ്ക്വയർ ആണെന്നും അവിടെ നിന്ന് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ കോമ്പൗണ്ട് പെൻഡുലം അബൌട്ട് ദ പിവട്ട്, അവിടെ ഏത് പോയിന്റിലാണോ നമ്മളതിനെ പിവട്ട് ചെയ്യുന്നത് ആ പോയിന്റ് വെച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് പ്ലസ് എം എൽ സ്ക്വയർ ആണെന്ന് പാരലൽ ആക്സിസ് തിയറം വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം L is the length between this point, center of suspension S and center of gravity G. So L distance ആണെങ്കിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാമെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും യൂസിങ് പാരലൽ ആക്സിസ് തിയറം. അങ്ങനെ അത് ഉപയോഗിച്ച് ക്യാപിറ്റൽ ഐ എന്ന് പറയുന്നത് എം ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്തു. ആ എക്സ്പ്രഷനെ നമ്മൾ പീരിയഡിൻ്റെ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഫൈനലി പീരിയഡ് ടി ഈസ് ഈക്വൽ ടു 2 into സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എൽ എന്നും അതുപോലെ ഓക്കെ ടി ഈസ് ഈക്വൽ ടു 2 into സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എൽ, ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ ഇതിൻ്റെ ടൈം പീരിയഡ് നമ്മൾ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ടൈം പീരിയഡ് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ലബോറട്ടറികളിൽ കോമ്പൗണ്ട് പെൻഡുലം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഒരു കോമ്പൗണ്ട് പെൻഡുലം നമ്മുടെ ലബോറട്ടറികളിൽ സാധാരണ കാണുന്ന കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയുന്നത് അത് ഇത്തരത്തിലുള്ള നീളത്തിലുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലാർ ബാർ ആയിരിക്കും. ഓക്കെ, സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു റെക്റ്റാങ്കുലാർ ബാർ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു റെക്റ്റാങ്കുലാർ ബാർ ആയിരിക്കും. ഈ റെക്റ്റാങ്കുലാർ ബാറിൽ സപ്പോസ് ഇത് ഈ ബാറിൻ്റെ ഒരെൻഡാണ്. ആ ഒരു എൻഡിൽ നിന്നും
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് ഒരു 5 സെൻറ്റിമീറ്റർ അകലെ, ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, എല്ലാ കോമ്പൗണ്ട് പെൻഡുലും ഇങ്ങനെ ആവണമെന്നില്ല. ഒരു 5 സെൻറ്റിമീറ്റർ അകലെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ നിന്നും വീണ്ടും ഒരു 5 സെൻറ്റിമീറ്റർ അകലെ അടുത്ത ഒരു ഹോൾ ഉണ്ടാവും. ഇങ്ങനെ ഇക്വി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേയധികം ഹോൾസ് ഇതിലുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ഹോളുകൾ ഇതിലുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലബോറട്ടറികളിൽ കാണുന്ന കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയുന്നത് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ കേസിൽ എനിക്ക് ഈ പോയിൻറ്റിനെ വേണമെങ്കിൽ, സപ്പോസ് ഞാൻ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൃത്യം സെൻറ്റർ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ കേസിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ പോയിൻറ്റിലായിരിക്കും. ഇവിടെയായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ മെഷർമെൻറ്റ് നടത്തുന്നത് ഇതാണ്. ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഹോൾ, ഇതാണ് ഫസ്റ്റ് ഹോൾ. ഓക്കെ, ഈ ഫസ്റ്റ് ഹോൾ ഉപയോഗിച്ച് ഈ ഫസ്റ്റ് ഹോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഭിത്തിയിൽ ഈ പോയിൻ്റ്, ഈ ഫസ്റ്റ് ഹോളിന് ഞാൻ ആദ്യം സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആയിട്ട് എടുക്കുന്നു. സെൻറ്റർ ഓഫ് സസ്പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭിത്തിയിൽ എന്ത് ചെയ്യുന്നു, ഈ ഫസ്റ്റ് ഹോളിലാണ് നമ്മൾ ഈ കോമ്പൗണ്ട് പെൻഡുലത്തെ നമ്മൾ തൂക്കിയിടുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഓസിലേറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഒരു 20 ഓസിലേഷൻ നടക്കാനുള്ള ടൈം എത്രയാണെന്ന് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. അങ്ങനെ 20 ഓസിലേഷൻ നടക്കാൻ ഉള്ള ടൈം എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതിനകത്ത് നമുക്ക് ഒരു ഓസിലേഷൻ നടക്കാൻ ആവശ്യമായ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ 20 ഓസിലേഷൻ നടക്കാൻ ടി ആണ് ടൈം എടുത്തതെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് സ്മോൾ ടി ഡിവൈഡഡ് ബൈ 20 ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഞാൻ ആദ്യം ഫസ്റ്റ് ഹോളിൽ ചെയ്യുന്നു. നൗ എന്ത് ചെയ്യുന്നു, അടുത്ത സെക്കൻഡ് ഹോൾ ഞാൻ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഓർക്കുക, സെൻറ്റർ ഓഫ് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഏത് ഹോളിലാണോ നമ്മൾ ഈ കോമ്പൗണ്ട് പെൻഡുലത്തെ സസ്പെൻഡ് ചെയ്യുന്നത്, തൂക്കിയിടുന്നത്, അതിനെ നമ്മൾ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ എന്ന് വിളിക്കുന്നു. സോ ഞാൻ ആദ്യം ഫസ്റ്റ് ഹോൾ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആയിട്ട് എടുത്ത് അവിടെ നിന്നും ഇതിൻ്റെ പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. നൗ സെക്കൻഡ് ഹോൾ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആയിട്ട് എടുത്ത് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. തേർഡ് ഹോൾ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആയിട്ട് എടുത്ത് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫോർത്ത് ഹോൾ എടുക്കുന്നു, ഫിഫ്ത്ത് ഹോൾ എടുക്കുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്തത് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എടുക്കുന്നു. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിഫോം ആയിട്ടുള്ള റെക്റ്റാങ്കുലർ റോഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യം ജോമെട്രിക്കൽ സെൻറ്റർ തന്നെയായിരിക്കും ഈ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നമ്മൾ ഇതിനെ ഈ കോമ്പൗണ്ട് പെൻഡുലത്തെ തൂക്കിയിട്ടാൽ, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ നമ്മൾ സെൻറ്റർ ഓഫ് സസ്പെൻഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ കോമ്പൗണ്ട് പെൻഡുലം ഭിത്തിയിൽ തൂക്കിയിട്ട് കഴിയുമ്പോൾ ഇത് വട്ടം കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ പറയാം അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് സെൻറ്റർ ഓഫ് സസ്പെൻഷൻ എങ്കിൽ ടൈം പീരീഡ് ഇൻഫിനിറ്റി ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് കടന്ന് വട്ടം കറങ്ങും, അത് ഓസിലേറ്റ് ചെയ്യത്തില്ല. സാധാരണഗതിയിൽ കോമ്പൗണ്ട് പെൻഡുലം എങ്ങനെയാണ്, നമുക്ക് ഇങ്ങനൊരു കോമ്പൗണ്ട് പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതാദ്യം ഇപ്പോൾ ഈ ഒരു പോയിന്റിലെത്തുന്നു, അതിന് ശേഷം ഇതെന്ത് ചെയ്യുന്നു, വീണ്ടും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ രീതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ എടുക്കുന്ന പോയിന്റ് ഓഫ് സസ്പെൻഷൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെ ആവുന്ന കേസിൽ ഇതെന്ത് ചെയ്യും, ഈ കോമ്പൗണ്ട് പെൻഡുലം ഇങ്ങനെ കടന്ന് വട്ടം കറങ്ങുന്നതായിട്ട് കാണാം. അതായത് ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് മാറും എന്നർത്ഥം. ഇനി നമ്മൾ വീണ്ടും അടുത്ത ഹോളിലേക്ക് ഇടുന്നു, വീണ്ടും അടുത്ത ഹോളിലിടുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഹോളിലിട്ടിട്ട് നമ്മളിതിൻ്റെ ടൈം പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ എന്നിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ആ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി നൈഫ് എഡ്ജ്, ഡിസ്റ്റൻസ് ഓഫ് ദി നൈഫ് എഡ്ജ് ഫ്രം വൺ എൻഡ് ഓഫ് ദ ബാർ, ഫ്രം വൺ എൻഡ് ഓഫ് ദി ബാർ. അതായത് ഈ പറഞ്ഞ ബാറിലെ ഒരെൻഡ്, അതായത് ഞാനിപ്പോൾ ഇതാണ് എൻ്റെ എന്ന് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഹോളിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അതിപ്പോൾ സപ്പോസ് ഞാൻ വെറുതെ പറയാണ് 5 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ എടുക്കുന്നു. അടുത്ത രണ്ടാമത്തെ ഹോളിലേക്ക് എടുക്കുന്നു. രണ്ടാമത്തെ ഹോളിലെത്തുമ്പോൾ 5 + 5 എത്രയാണ്, 10 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ഹോളിലേക്ക് 15 സെൻറ്റിമീറ്റർ. നാലാമത്തെ ഹോളിലേക്ക് 20 സെൻറ്റിമീറ്റർ. ഇങ്ങനെ പോകും. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് ഓഫ് ദ നൈഫ് എഡ്ജ് ഫ്രം വൺ എൻഡ് ഓഫ് ദ ബാർ. അപ്പോൾ ഇത് ഓരോ ഹോളും സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആക്കുമ്പം ആ നൈഫ് എഡ്ജ് ഈ ബാറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, നൈഫ് എഡ്ജിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ ബാറും ഈ പറഞ്ഞ ഹോളുകളും തമ്മിലുള്ള, ബാറിൻ്റെ ഒരെൻഡിൽ നിന്ന് ഹോളുകളിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഡിസ്റ്റൻസ് ഓഫ് ദ നൈഫ് എഡ്ജ് ഫ്രം വൺ എൻഡ് ഓഫ് ദ ബാർ എന്ന് പറയുന്നത്. കാരണം ആ ഹോളിലാണ് ഈ നൈഫ് എഡ്ജ് വരിക. നമ്മൾ നൈഫ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
സാധാരണ കോമ്പൗണ്ട് പെൻഡുലത്തിൽ നമ്മൾ ചെയ്യുന്നത്, ആ ഹോളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു ഇരുമ്പ് ദണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറ്റിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഈ ഭിത്തിയിൽ നമ്മൾ തൂക്കിയിടുന്നത്. അത് നിങ്ങൾ നേരിട്ട് റിയലായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ഒരു ഡെമോ വീഡിയോ ഞാൻ ഇതോടൊപ്പം നിങ്ങൾക്ക് തരാം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നൈഫ് എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് വസ്തു ഉപയോഗിച്ചിട്ടാണോ ആ ഹോളിനെ നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നത്, ആ ഹോളിൽ നമ്മൾ ഈ വസ്തുവിനെ സസ്പെൻഡ് ചെയ്യുന്നത്, അതിനെയാണ് നൈഫ് എഡ്ജ് എന്ന് വിളിക്കുക. സോ ഈ ബാറിൻ്റെ ഒരെൻഡിൽ നിന്നും ഓരോ ഹോളുകളിലേക്കുള്ള ദൂരം തന്നെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ദ നൈഫ് എഡ്ജ് ഫ്രം വൺ എൻഡ് ഓഫ് ദ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഓരോ ഹോളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടൈം പീരീഡും തമ്മിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അതിൻ്റെ ഒരു റഫായിട്ട് ഞാനൊരു ഗ്രാഫ് വരയ്ക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ അത് ക്ലിയർ ആയിട്ട് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ്. ഇതിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് മുമ്പേ ഞാൻ പറഞ്ഞു, ഡിസ്റ്റൻസ് ഓഫ് നൈഫ് എഡ്ജ് ഫ്രം വൺ എൻഡ് ഓഫ് ദി ബാർ. ഇതാണ് എക്സ് ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറയുന്നത് നമുക്കറിയാം ടൈം പീരീഡാണ്, ടൈം പീരീഡ് ടി. ഇതാണ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അറിയാം നൈഫ് എഡ്ജിൻ്റെ ഇത് ഒറിജിനാണ്. ഈ ഒറിജിനിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്തോറും ആ ബാറിൻ്റെ ഒരെൻഡിൽ നിന്ന് ഈ ഹോളുകളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ടൈം പീരിയഡും ഡിസ്റ്റൻസും തമ്മിലുള്ള കർവ് എന്ന് പറയുന്നത് ഏകദേശം ഇത്തരത്തിലുള്ള ഒരു കർവാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയുള്ള ഒരു കർവ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇത് കൃത്യം സെൻറ്ററാണ്. ഈ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെ നമ്മുടെ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആവുന്ന കേസാണിത്. ആ കേസിൽ നമുക്കറിയാം എന്തായിരിക്കും ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഇൻഫിനിറ്റി ആയിരിക്കും. നമുക്കറിയാം ഇൻഫിനിറ്റ് ടൈം പീരീഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇനീഷ്യലി നമ്മൾ ഈ പറഞ്ഞ ബാറിൻ്റെ ഒരെൻഡിൽ നിന്നും ഹോളിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ടൈം പീരീഡ് ആദ്യമേ കുറഞ്ഞു വരുന്നു, കുറഞ്ഞ് അതൊരു മിനിമത്തിലെത്തുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും ഇത് കൂടുന്നു. ഓക്കെ, അങ്ങനെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എത്തുമ്പോൾ ഇത് ഇൻഫിനിറ്റി ആവുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ടൈം പീരീഡ് കുറഞ്ഞ് ഒരു മിനിമത്തിലെത്തുന്നു. അതിനുശേഷം ഇത് എന്ത് ചെയ്യുന്നു, വീണ്ടും കൂടുന്നു. ഈ രീതിയിലാണ് നമുക്കിവിടെ കർവ് കിട്ടുക. അപ്പോൾ ഇവിടെ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ, സപ്പോസ് ഈ ഒരു പോയിൻ്റ് ഞാൻ എടുക്കുന്നു. ഈ പോയിന്റിൽ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ടി എന്ന് പറയുന്ന ടൈം പീരീഡ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഞാനിതിനെ എക്സ് ആക്സിസിന് പാരലായിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. എന്നിട്ട് ഈ കർവിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകളെ ഞാനിവിടെ പി, ക്യു, ആർ, എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, പി, ക്യു, ആർ, എസ്. നിങ്ങൾക്ക് ആ പോയിന്റുകളുടെ പ്രത്യേകത അറിയാം. ഈ 4 പോയിന്റുകളിലും ടൈം പീരീഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിൽ തന്നെ ഈ പിയും ക്യൂ എന്ന് പറയുന്ന പോയിന്റ്, നമ്മൾ ഇങ്ങനെയാണ് മുമ്പേ ബാർ നമ്മൾ പറഞ്ഞത്. ഈ ബാറിൻ്റെ സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിൻ്റ് എവിടെയാണ്, ഇപ്പോൾ ഈ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം, ഇവിടെ കുറേയധികം ഹോളുകളുണ്ടെന്ന് പറഞ്ഞു. അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഹോള് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ പി, ക്യൂ എന്ന് പറയുന്ന പോയിന്റുകൾ, ഈ 2 പോയിന്റുകൾ ഒരേ പീരീഡ് കിട്ടുന്ന പോയിന്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഈ ഒരു സൈഡിൽ തന്നെയാണ് പി ഉള്ളത്. അതുപോലെ തന്നെ അതേ സൈഡിൽ തന്നെ വരുന്ന മറ്റൊരു പോയിൻ്റാണ് ക്യൂ. അതേപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ അപ്പുറത്തെ സൈഡിൽ വരുന്ന പോയിൻ്റാണ് ആർ. അതേ സൈഡിൽ തന്നെ വരുന്ന മറ്റൊരു പോയിൻ്റാണ് എസ്. എന്ന് വെച്ചാൽ ഒരേ സമയം ഇങ്ങനെ 4 പോയിന്റുകളിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ടൈം പീരീഡ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അതേപോലെ ഇവിടെ ഈ 2 പോയിന്റുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ 2 പോയിന്റുകളിലാണ് ഇതിൻ്റെ ടൈം പീരീഡ് മിനിമം ആവുന്നത്. സോ ടൈം പീരീഡ് മിനിമം ആവുന്ന ആ മിനിമം ടൈം പീരീഡിനെ ഞാൻ ടി എം എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ടി എം, മിനിമം ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആ പോയിന്റുകളെ ഞാൻ സപ്പോസ് ഇ ആൻഡ് എഫ് എന്ന് ഡിനോട്ട് ചെയ്യണം. ഇ ആൻഡ് എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ കർവിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് തിരിച്ചു വരാം ഈ കർവിലേക്ക്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾക്ക് ശേഷം ഈ കർവ് എന്താണ് എന്ന് നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ നമുക്കിതിലേക്ക് തിരിച്ചു വരാം.
ഓക്കെ, നൗ നമുക്ക് മുൻപേ നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഇതാണ് മാക്സിമം ആൻഡ് മിനിമം ടൈം പീരിയഡ്സ്. മാക്സിമം ആൻഡ് മിനിമം ടൈം പീരിയഡ്സ് ഓഫ് എ കോമ്പൗണ്ട് പെൻഡുലം. ഒരു കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ മാക്സിമം ആൻഡ് മിനിമം ടൈം പീരിയഡ്സ് എത്രയാണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ടൈം പീരിയഡ് ഓഫ് എ കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിയിരുന്നു. ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എൽ ആണെന്ന് കിട്ടിയിരുന്നു. ഈ എക്സ്പ്രഷനിൽ നമുക്കറിയാം ടി എന്താണ്. ടി എന്ന് പറയുന്നത് ടൈം പീരിയഡ് ആണ്. കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് സസ്പെൻഷനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എൽ. ജി എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇനി ടി ഇതാണെങ്കിൽ എന്തായിരിക്കും ടി സ്ക്വയർ? ഞാൻ ഈ എക്സ്പ്രഷനെ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ ഇത് 4π സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എൽ. റൂട്ട് പോവും സ്ക്വയർ ചെയ്യുമ്പോൾ. നൗ ഈ ജി എല്ലിനെ കൂടി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടി സ്ക്വയർ ജി എൽ ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ, ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു, 4π സ്ക്വയർ കെ സ്ക്വയർ പ്ലസ് 4π സ്ക്വയർ എൽ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നിന്നും ഞാനിതിനെ ത്രൂ ഔട്ട് 4π സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4π സ്ക്വയർ കൊണ്ട് ഞാനിതിനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. 4π സ്ക്വയർ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ ഈ എക്സ്പ്രഷൻ ടി സ്ക്വയർ ജി എൽ ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് കിട്ടും. ഓർ ഈ എക്സ്പ്രഷൻ എനിക്ക് എൽ സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ജി എൽ ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ ഈ എല്ലാ ടേമുകളെയും കൂടി ഒരു സൈഡിലേക്ക് എടുത്തു. സോ ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. സോ ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് എന്തിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്? എല്ലിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതായത് എൽ സ്ക്വയർ, ഇവിടെ ഒരു എൽ സ്ക്വയർ ടേം ഉണ്ട്, ഇവിടെ ഒരു എൽ ടേം ഉണ്ട്, ഇത് കോൺസ്റ്റൻറ്റ് ടേം. സോ ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് ഇപ്പോൾ ഒരു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോലെ എക്സ് സ്ക്വയർ ടേം, എക്സ് ടേം, കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ എൽ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് എ എന്ന് പറയുന്നത് 1 ആണ്. ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? മൈനസ് ടി സ്ക്വയർ ജി ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ എന്ന് കിട്ടും. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണിത്, നമുക്ക് കെ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയ എക്സ്പ്രഷൻ ഇതായിരുന്നു. എൽ സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ജി ബൈ 4π സ്ക്വയർ ഇൻറ്റു എൽ പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഇവിടെ എ ഈസ് ഈക്വൽ ടു 1 ആണ്, ബി ഈസ് ഈക്വൽ ടു മൈനസ് ടി സ്ക്വയർ ജി ബൈ 4π സ്ക്വയർ ആണ്, സി ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ആണ്. സോ ദിസ് എൽ ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ്. സോ മൈനസ് ബി എടുക്കുമ്പോൾ മൈനസും കൂടി പ്ലസ് ആവും. സോ ടി സ്ക്വയർ ജി ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ. അപ്പോൾ ബിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് ടി റൈസ് ടു 4 ജി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π സ്ക്വയറിൻ്റെ സ്ക്വയർ, അതായത് 16π റൈസ് ടു 4. ഓക്കെ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac, എ 1 ആണ്. സോ 4k സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a, എ 1 ആണ്. സോ ഇതെന്ത് വരും? വീണ്ടും നമുക്ക് 2 എന്ന് വരും. സോ ദിസ് ഈസ് എൽ ഈസ് ഈക്വൽ ടു, ഞാൻ ഈ 2 കൊണ്ട് രണ്ട് ടേമിനെയും ഡിവൈഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ടി സ്ക്വയർ ജി ബൈ 8π സ്ക്വയർ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇതെന്ത് വരും?
ടി റൈസ് ടു 4 ജി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ 2 എന്ന് പറയുന്നത് പുറത്ത് കിടക്കുമ്പോൾ ഇത് 2 ആണ്, പക്ഷേ ഇത് റൂട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ 4 ആയിട്ടാണ് വരിക. സോ ദിസ് ഈസ് 64, 16 × 4 64 പൈ റൈസ് ടു 4 മൈനസ് എന്ത് വരും 4k² ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് k² എന്ന് വരും. സോ ഈ രീതിയിലാണ് നമുക്കിവിടെ എല്ല് കിട്ടുക. ഓക്കെ, സോ നമുക്ക് എന്താ അതിൻ്റെ മനസ്സിലായത്? നമ്മളിവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തു, അവിടെ നിന്ന് നമ്മൾ എല്ല് കണ്ടുപിടിച്ചു. അപ്പോൾ ആ എൽ എന്ന് പറയുന്നത് ദീസ് ആർ ദ 2 വാല്യൂസ് ഓഫ് എൽ. നമുക്കിവിടെ എല്ലിന് 2 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് എൽ എന്ന് പറയുന്നത് T²G ബൈ 8π² പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് T⁴G² ബൈ 64 π⁴ മൈനസ് k² എന്നുള്ളതും, അടുത്ത എൽ എന്ന് പറയുന്നത്, അതായത് ഞാനിതിനെ L1 എന്ന് വിളിച്ചാൽ വേറൊരു L2 ദാറ്റ് ഈസ് T²G ബൈ 8π² മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് T⁴G² ഡിവൈഡഡ് ബൈ 64 π⁴ മൈനസ് k² എന്നുള്ളത്. ഇങ്ങനെ 2 എൽ വാല്യൂസ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, ദീസ് ആർ ദ 2 വാല്യൂസ് ഓഫ് എൽ ഓൺ വൺ സൈഡ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. അതായത് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഒരേ സൈഡിൽ തന്നെയുള്ള ഒരു സൈഡിൽ തന്നെയുള്ള 2 ലെങ്തുകളാണ് L1ഉം L2ഉം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ആ ലെങ്തുകളുടെ കേസിൽ ആ 2 ലെങ്ത് ഈ L1 ആണെങ്കിലും L2 ആണെങ്കിലും അവിടുത്തെ ടൈം പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. കാരണം ആ ടൈം പീരീഡ് T ആണെന്ന് നമ്മൾ എടുത്തുന്നു. അപ്പോൾ ഒരേ ടൈം പീരീഡ് കിട്ടുന്ന 2 പോയിന്റുകൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഒരേ സൈഡിൽ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയത്. എന്താണ് കിട്ടിയത്? അതായത് ഒരേ ടൈം പീരീഡ്, ആ ടൈം പീരീഡ് T ആണ്, ഒരേ ടൈം പീരീഡ് കിട്ടുന്ന 2 ലെങ്തുകൾ നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഒരേ സൈഡിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം, മുമ്പേ നമ്മൾ വരച്ച ഗ്രാഫ്, ഈ ഗ്രാഫിൽ നിന്നും ക്ലിയർ ആണ്. ഒരേ ടൈം പീരീഡ് കിട്ടുന്ന 2 പോയിന്റുകൾ, ഇപ്പം ഈ P എന്ന് പറയുന്ന പോയിന്റും അതുപോലെ തന്നെ Q എന്ന് പറയുന്ന പോയിന്റും ഒരേ ടൈം പീരീഡ് കിട്ടുന്ന 2 പോയിന്റുകളാണ് ഈ Pയും അതുപോലെ തന്നെ Q എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ Pയിലും Qയിലും ഒരേ ടൈം പീരീഡാണ്, അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഒരേ സൈഡിൽ തന്നെയാണ്. സപ്പോസ് ഞാൻ ഈ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ AP എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതായത് നമുക്ക് ഈ എൽ എന്ന് പറഞ്ഞാൽ എന്താ? എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് സസ്പെൻഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എൽ എന്ന് വിളിച്ചത്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് സസ്പെൻഷനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എൽ എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടെ ഈ എൽ എന്ന് പറയുന്നത്, സ്മോൾ എൽ എന്ന് പറയുന്നത് AP എന്ന് പറയുന്ന ഒരു ലെങ്തും അതുപോലെ തന്നെ AQ എന്ന് പറയുന്ന ഒരു ലെങ്തും ഉണ്ട്. അതായത് ഈ A എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്, P എന്ന് പറയുന്നത് ഈ കേസിൽ സെൻറ്റർ ഓഫ് സസ്പെൻഷനാണ്, Q എന്ന് പറയുന്നത് മറ്റൊരു സെൻറ്റർ ഓഫ് സസ്പെൻഷനാണ്. അപ്പോൾ ഈ AQ എന്ന് പറയുന്ന ലെങ്തും AP എന്ന് പറയുന്ന ലെങ്തും ഒന്നിനെ L1 എന്നും മറ്റതിനെ നമുക്ക് എന്ത് ചെയ്യാം? L2 എന്നും വിളിക്കാം. അത് രണ്ടും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഒരേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഈ ലെങ്ത് L1 ആണെങ്കിലും ലെങ്ത് L2 ആണെങ്കിലും ആ 2 കേസുകളിലും ടൈം പീരീഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതേപോലെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 2 പോയിൻ്റ് ഉണ്ട്, സെൻറ്റർ ഓഫ് സസ്പെൻഷൻ Rഉം അതുപോലെ തന്നെ Sഉം. Rലാണെങ്കിലും Sലാണെങ്കിലും ടൈം പീരീഡ് എന്താണ്? സെയിം ആണ്. അപ്പോൾ ആ 2 പോയിന്റുകളും എന്താണ്? ലെങ്ത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ AR എന്ന് പറയുന്ന ലെങ്ത് എടുത്താലും AS എന്ന് പറയുന്ന ലെങ്ത് എടുത്താലും അവിടെ എന്തായിരിക്കും? ടൈം പീരീഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത് രണ്ടും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഒരേ സൈഡിൽ തന്നെയുള്ള 2 പോയിന്റുകളാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞത് ഇതാണ്, നമുക്കിവിടെ കിട്ടിയ L1ഉം L2ഉം. സോ ദീസ് ആർ 2 values of L. These are 2 values of L on one side of the center of mass or center of gravity, on one side of the center of mass or center of gravity. അതായത് നമ്മൾ മുമ്പ് എടുത്ത ഫിഗറിൽ, ഇൻ ഫിഗർ ഏതാണത്? AQ ആൻഡ് AP അല്ലേ? ഇനി ഓൺ അതർ സൈഡ് there are 2 more points. On other side there are 2 more points. There are 2 more points where the value of L with the values of L with the same time period.
same time periods. On the other side, there are two more points where the values of L with the same time periods are there. അപ്പോൾ ഇവിടെ ആ പോയിന്റുകൾ ഏതൊക്കെയാണ്? എ ആറും അതുപോലെ തന്നെ എ എസും. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പോയിന്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യൂ എന്ന് പറയുന്നൊരു പോയിന്റ്, പി എന്ന് പറയുന്നൊരു പോയിന്റ്, അതായത് ഇത് എ എന്ന് പറയുന്ന പോയിന്റിനെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് എടുത്താൽ ഈ പി എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് ഈസ് എ പി എന്ന് പറയുന്ന ലെങ്തും എ ക്യൂ എന്ന് പറയുന്ന ലെങ്തും ഇതിൻ്റെ ഒരു സൈഡിലുള്ളതാണ്. അതേസമയം ഇത് പോയിന്റ് ആറെന്നും ഈ പോയിന്റ് ഞാൻ എസ് എന്നും എടുത്താൽ എ ആർ എന്ന് പറയുന്ന പോയിന്റും എ എസ് എന്ന് പറയുന്ന പോയിന്റും അതിൻ്റെ മറ്റൊരു സൈഡിലുള്ളതാണ്. അപ്പോൾ ആ പോയിന്റുകളുടെ പ്രത്യേകതയാണ് പറഞ്ഞത്. ഈ പോയിന്റുകളിലൊക്കെ ടൈം പീരീഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിൽ 2 പോയിന്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഒരേ സൈഡിലും മറ്റ് 2 പോയിന്റുകൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ എതിർ സൈഡിലും ഉള്ള പോയിന്റുകളായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. നൗ നമ്മൾ നേരത്തെ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ എഴുതിയിരുന്നു. ടി സ്ക്വയർ എന്ന് പറയുന്നത് 4π² ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എൽ ആണെന്ന് പറഞ്ഞു. ഇതിനെ നമുക്ക് 4π² ഡിവൈഡഡ് ബൈ ജി, ആ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ജിയെ ഞാൻ പുറത്തേക്ക് എടുത്ത് പകരം ഇവിടെ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എൽ സ്ക്വയർ ബൈ എൽ എന്ന് പറഞ്ഞ് എൽ എന്ന് വരും. സോ ഇതിനെ ഈ രീതിയിൽ എഴുതാം. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π² ബൈ ജി ഇൻറ്റു കെ സ്ക്വയർ ബൈ എൽ പ്ലസ് എൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എഴുതിയ എക്സ്പ്രഷൻ ഇതാണ്. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π² ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു കെ സ്ക്വയർ ബൈ എൽ പ്ലസ് എൽ ആണ്. ഞാൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എൽ. സോ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എൽ, എൽ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2t ഇൻറ്റു എൽ വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എൽ ഈസ് ഈക്വൽ ടു 4π² ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഇൻറ്റു കെ സ്ക്വയർ ബൈ എല്ലിനെ വിത്ത് റെസ്പെക്ട് ടു എൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കെ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. 1/L, അതായത് ഡി ബൈ ഡി എൽ ഓഫ് 1/L എന്ന് പറഞ്ഞാൽ അത് -1/L² ആണ്. സോ ദിസ് ഈസ് മൈനസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ എന്ന് വരും. പ്ലസ് എല്ലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം ഒബ്വിയസ്ലി ടി വിൽ ബി എ മാക്സിമം ഓർ മിനിമം വെൻ ഡി ടി ബൈ ഡി എൽ ഇസ് ഈക്വൽ ടു 0. അതായത് ഇത് മാത്തമാറ്റിക്സിൽ നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നതാണ്. ടി മാക്സിമം ആകുമ്പം ടിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ടി മാക്സിമം അല്ലെങ്കിൽ ടി മിനിമം ആകുമ്പം, അതായത് മാക്സിമ മിനിമ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടി മാക്സിമം അല്ലെങ്കിൽ ടി മിനിമം ആകുമ്പം ഡി ടി ബൈ ഡി എൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതെപ്പോഴാണ് ഡി ടി ബൈ ഡി എൽ 0 ആവണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ നോക്കുക. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡി ടി ബൈ ഡി എൽ ഉള്ളത്. അപ്പോൾ ടി മാക്സിമം അല്ലെങ്കിൽ ടി മിനിമം ആവുമ്പോൾ ഡി ടി ബൈ ഡി എൽ 0 ആയിപ്പോവും. അപ്പോൾ ഡി ടി ബൈ ഡി എൽ 0 ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കണം എന്ന് നോക്കിയേ. ഈ ടേമിൽ എന്ത് സംഭവിക്കണം? ഈ ടേമിൽ ഇങ്ങനെ നമുക്ക് പറയാം, കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ആവുന്നു എന്ന് വിചാരിക്കുക. കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ആവുന്നു എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എന്ത് വരും? ഇത് 4π² ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ -L² -1 പ്ലസ് 1 എന്ന് വരും. എന്ന് വെച്ചാൽ ഈ ടേം 0 ആവും. സോ റൈറ്റ് ഹാൻഡ് സൈഡ് മുഴുവൻ 0 ആയി പോവും. അതിൻ്റെ അർത്ഥം ഡി ടി ബൈ ഡി എൽ എന്താണെന്നാണ്? 0 ആണെന്നാണ്. സോ നമുക്ക് പറയാം ടി വിൽ ബി എ മാക്സിമം ഓർ മിനിമം വെൻ ഡി ടി ബൈ ഡി എൽ ഇസ് ഈക്വൽ ടു 0. ഡി ടി ബൈ ഡി എൽ 0 ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇവിടെ എന്താണ്? കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം എൽ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കെ ആവണം എന്ന് പറയാം. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൽ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കെ. പക്ഷേ നമുക്കറിയാം മൈനസ് കെയ്ക്ക് പ്രത്യേകിച്ച് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. കാരണം കെ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്, ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ആവുന്ന ഒരു കേസില്ല. ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു കെ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൽ ഈസ് ഈക്വൽ ടു കെ ആയി കഴിഞ്ഞാൽ ഡി ടി ബൈ ഡി എൽ 0 ആവും. ഡി ടി ബൈ ഡി എൽ 0 ആവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ടി എന്ന് പറയുന്ന പീരിയഡ് ഓഫ് എ കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയുന്നത് ഐദർ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആവും എന്ന് നമുക്ക് കിട്ടും.
ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോൾ മുകളിൽ കിട്ടിയ ഈ എക്സ്പ്രഷനെ നമ്മൾ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഇതാണ്. ഇത് 2t ഇൻറ്റു ഡി ടി ബൈ ഡി എൽ ഈസ് ഈക്വൽ ടു 4π² g ഇൻറ്റു -k² + എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എൽ എന്ത് സംഭവിക്കും? ഇവിടെ നിങ്ങൾക്ക് ഈ 2 എന്നുള്ളതിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. t ഇൻറ്റു ഡി ടി ബൈ ഡി എൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? t ഇൻറ്റു ഡി ടി ബൈ ഡി എല്ലിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d²t/dl² പ്ലസ് ഡി ടി ബൈ ഡി എൽ ഇൻറ്റു ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വീണ്ടും ഒരു ഡി ടി ബൈ ഡി എൽ എന്ന് വരും. ഈസ് ഈക്വൽ ടു ഇവിടെ 4π² g ഇൻറ്റു -k² d ബൈ ഡി എൽ ഓഫ് 1/L². 1/L² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇത് -2/L³ എന്ന് കിട്ടും. -2/L³. സോ ഇവിടെ -2 എന്ന് വരുമ്പം ഇത് പ്ലസ് ആവും. എന്ന് വെച്ചാൽ ഇവിടെ 2 വരും, ഇവിടെ L³ വരും. +1നെ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2ഉം ഈ 2ഉം കൂടി ക്യാൻസൽ ആവും. സോ നമുക്കിവിടെ t ഇൻറ്റു d²t/dl² പ്ലസ് ഡി ടി ബൈ ഡി എൽ ഇൻറ്റു ഡി ടി ബൈ ഡി എൽ ഈസ് ഈക്വൽ ടു 4π² g ഇൻറ്റു k²/L³ എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു L ഈസ് ഈക്വൽ ടു കെ ആയി കഴിഞ്ഞാൽ T വിൽ ബി എയ്തർ എ മാക്സിമം ഓർ മിനിമം എന്ന് പറഞ്ഞു. അതുപോലെ L ഈസ് ഈക്വൽ ടു കെ ആവുമ്പം ഡി ടി ബൈ ഡി എൽ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നും പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഈ എക്സ്പ്രഷനിൽ എല്ലിന് പകരം നമ്മൾ കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കുക. എല്ലിന് പകരം കെ എന്ന് കൊടുക്കുക. എല്ലിന് പകരം കെ എന്ന് കൊടുത്താൽ ഡി ടി ബൈ ഡി എൽ ഓഫ് കോഴ്സ് എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഈ രണ്ട് ടേം 0 ആയി പോകും. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ് വരിക? t ഇൻറ്റു d²t/dl². കണ്ടീഷൻ എന്താണ്? വെൻ L ഈസ് ഈക്വൽ ടു കെ. ഈ കണ്ടീഷൻ കൊടുക്കുമ്പോഴാണ് L ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ ഇങ്ങനെ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു 4π² g ഇൻറ്റു k²/Lന് പകരം കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ L³ എന്നുള്ളത് k³ ആവും. സോ ദിസ് ഈസ് t ഇൻറ്റു d²t/dl² ഈസ് ഈക്വൽ ടു 4π² g ഇൻറ്റു 1/k എന്ന് വരും. ഓക്കെ, 1/k. അപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. t ഇൻറ്റു d²t/dl² when L is equal to k is equal to 4π² g ഇൻറ്റു 1/k എന്നാണ് കിട്ടിയത്. ഇവിടെ നിന്ന് എനിക്ക് d²t/dl² when L is equal to k is equal to 4π²/tg ഇൻറ്റു 1/k ആണെന്ന് വിളിക്കാം. ഓർ ഇതേപോലെ തന്നെ നമുക്ക് നേരത്തെ എഴുതിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് t² എന്ന് പറയുന്നത് എന്താണ്? t² ഈസ് ഈക്വൽ ടു 4π²/g ഇൻറ്റു k²/L പ്ലസ് L ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെൻ L ഈസ് ഈക്വൽ ടു കെ, ഓക്കെ, L ഈസ് ഈക്വൽ ടു കെ എന്ന് കൊടുത്താൽ ഇവിടെ t² എന്ത് വരും? t² എന്ന് പറയുന്നത് 4π²/g ഇൻറ്റു വെൻ L ഈസ് ഈക്വൽ ടു കെ, ഇത് ഫസ്റ്റ് ടൈം k²/k എന്ന് വെച്ചാൽ ഇവിടെ k പ്ലസ് L ഈസ് ഈക്വൽ ടു കെ വരുമ്പോൾ ഇതും k എന്ന് വെച്ചാൽ ഇത് 2k, ദാറ്റ് ഈസ് 4π²/g ഇൻറ്റു 2k എന്നാണ് വരിക t². അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് t എന്ന് പറയുന്നത് 2π/√g ഇൻറ്റു √2k എന്ന് എഴുതാം. ഓക്കെ, ഈ ടിയെ ഞാൻ ഈ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ d²t/dl² when L is equal to k is equal to
4π² ഡിവൈഡഡ് ബൈ ടിക്ക് പകരം എന്ത് വരും? ഇവിടെ 2π ഇൻറ്റു ഓക്കെ, ഈ എക്സ്പ്രഷൻ എനിക്ക് 2π ഇൻറ്റു √2k/g എന്ന് എഴുതാമല്ലോ. ഇത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ 2π ഇൻറ്റു √2k/g. സോ 2π ഇൻറ്റു √2k ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു പുറത്തെന്തുണ്ട്? ഈ റൂട്ടിൻ്റെ പുറത്ത് ഓൾറെഡി ഇവിടെയുള്ള ഒരു ജി അതുപോലെ തന്നെയുണ്ട്, ഇൻറ്റു 1/k എന്നും കൂടെ വരും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2πയും മുകളിലത്തെ 4π² കൂടെ വെട്ടിയാൽ അവിടെ ഒരു 2π വരും. സോ ഈ എക്സ്പ്രഷനെ നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. കാരണം ഇവിടെ താഴെ ഒരു റൂട്ട് ജി ഉണ്ട്, മേളിലൊരു ജി ഉണ്ട്. ഓക്കെ, സോ എനിക്കിതിനെ ഈ 2πയും ഈ 4π² കൂടെ വെട്ടിയാൽ മുകളിൽ ഒരു 2π വരും. പിന്നെ ഇവിടെ താഴെ ഒരു √2k ഉണ്ട്. ഇത് കൂടാതെ പുറത്തൊരു k ഉണ്ട്. റൂട്ട് ജിയും മേളിലത്തെ ജിയും കൂടെ വെട്ടുമ്പോൾ ഇവിടെ ഒരു √g വരും. ഓക്കെ, സോ ഇത്രയും ടേമുകൾ നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാനിതിനെല്ലാം കൂടി ഒറ്റ റൂട്ടിനകത്തേക്ക് ആക്കുകയാണെങ്കിൽ ഇതിനെ സ്ക്വയർ റൂട്ട് ഓഫ് ഓക്കെ, ഇവിടെ 4π² ബൈ 2π √2k/g ഇൻറ്റു g ഇൻറ്റു 1/k ആണ്. സോ ദിസ് ഈസ് ഓക്കെ. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ കൂടി ബാക്കിയുണ്ട്. ഇവിടെ ഒരു √2ഉം ഇവിടെ ഒരു 2ഉം കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് √2π ഡിവൈഡഡ് ബൈ എന്ത് വരും? k ഇൻറ്റു √k ഇൻറ്റു √g. ഇത്രയും കാര്യങ്ങളാണ് വരിക. അപ്പോൾ ഇതിനെല്ലാം കൂടി നമ്മൾ റൂട്ടിനകത്തേക്ക് ആക്കുകയാണെങ്കിൽ 2 ഉണ്ട്. ഇവിടെ പൈ റൂട്ടില്ലാത്തതാണ്. സോ പൈയെ റൂട്ടിനകത്തേക്ക് എഴുതുമ്പോൾ π² എന്ന് വരും. ഡിവൈഡഡ് ബൈ k ഇൻറ്റു √k എന്ന് വെച്ചാൽ k⁻³ ആണ്. അപ്പോൾ k³ റൂട്ടിൻ്റെ അകത്ത് ഇൻറ്റു g ഇങ്ങനെ വരും. സോ സ്ക്വയർ റൂട്ട് ഓഫ് 2π² ഡിവൈഡഡ് ബൈ k³ എന്ന് വരും. ഓക്കെ, ഇതാണ് എന്ത് കിട്ടുന്നത്? d²t ഡിവൈഡഡ് ബൈ dl² വെൻ l = k. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? d²t ഡിവൈഡഡ് ബൈ dl² വെൻ l = k is equal to square root of 2π² divided by k³ എന്നാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയറിയാം 2 π g k ഇതെല്ലാം പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് ഇതാണ്, d²t. ഇപ്പോൾ കിട്ടിയത് d²t ബൈ dl² l = k ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതാണ്, നമുക്ക് dt/dl കണ്ടുപിടിച്ചു. dt/dl 0 കിട്ടിയപ്പോഴുള്ള t നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ dt/dl 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ t മാക്സിമം ആണ്, അല്ലെങ്കിൽ t എന്താണ്? മിനിമം ആണ്. മാക്സിമം ആയാലും മിനിമം ആയാലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവും. ഇനി നമ്മൾ l = k, അതായത് മാക്സിമം അല്ലെങ്കിൽ മിനിമം ആവുന്ന ലെങ്ത് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് k ആണെന്ന് നമുക്ക് കിട്ടിയിരുന്നു. ആ l = k അത് ഉപയോഗിച്ച് നമ്മൾ d²t/dl² കിട്ടി. d²t/dl² ചെയ്തപ്പോൾ നമുക്കത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുകയും സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം t എന്ന് പറയുന്നത് എന്താണ്? മിനിമയാണ്. സോ അത് മിനിമയുടെ കണ്ടീഷനാണ്. അതേസമയം മാക്സിമ ആയിരുന്നുവെങ്കിൽ d²t/dl² എന്ന് പറയുന്നത് ലെസ് ദാൻ 0 എന്നായിരുന്നു കിട്ടുക. സോ ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? t എന്ന് പറയുന്നത് മിനിമം ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴാണ് t മിനിമം ആവുന്നത്? l = k ആവുമ്പോഴാണ് t മിനിമം ആവുക. അപ്പോൾ നമ്മൾ നേരത്തെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. t = 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ്, നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്, t = 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് k² പ്ലസ് l² ഡിവൈഡഡ് ബൈ gl ആണ് ടൈം പീരീഡ് നമുക്കറിയാം.
അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മിനിമം ടൈം പീരീഡ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ മിനിമം ടൈം പീരീഡ്? മിനിമം ടൈം പീരീഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എല്ലിന് പകരം കെ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയറിന് വരും വീണ്ടും കെ സ്ക്വയർ ബൈ ജി കെ എന്ന് വെച്ചാൽ ദിസ് ഇസ് 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2k സ്ക്വയർ ബൈ ജി കെ എന്ന് വരും. ഓർ 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് കെയും ഒരു കെയും കൂടെ ക്യാൻസൽ ആവും 2k ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇതാണ് മിനിമം ടൈം പീരീഡ് ഓഫ് എ കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയുന്നത്. മിനിമം ടൈം പീരീഡ് ഓഫ് എ കോമ്പൗണ്ട് പെൻഡുലം ടി മിനിമം ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2k ഡിവൈഡഡ് ബൈ ജി ആണ്. ഇനി അതുപോലെ തന്നെ ഫർദർ മോർ ബൈ ദി ഇക്വേഷൻ നമുക്കിവിടെ ടൈം പീരീഡ് ടി സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ടി സ്ക്വയർ എന്ന് പറയുന്നത് 4π സ്ക്വയർ ബൈ ജി ഇൻറ്റു കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എൽ ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം ക്ലിയർ ആണ്. ഒന്നുകിൽ എല്ലിന് 0 അല്ലെങ്കിൽ എല്ലിന് ഇൻഫിനിറ്റി. ഇത് രണ്ടും കൊടുത്താൽ ടി എന്താവും? ടി ഇൻഫിനിറ്റി ആവും. ശരിയല്ലേ? എല്ലിന് 0യോ എല്ലിന് ഇൻഫിനിറ്റിയോ കൊടുത്താൽ, കാരണം എല്ലിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം എന്താവും? കെ സ്ക്വയർ ബൈ എൽ എന്നുള്ള ടേം ഇൻഫിനിറ്റി ആവും. ഇനി എല്ലിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം എന്താവും? ഇൻഫിനിറ്റി ആവും. സോ ഒന്നുകിൽ എല്ലിന് 0 അല്ലെങ്കിൽ എല്ലിന് ഇൻഫിനിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും. അപ്പം പക്ഷേ നമുക്കറിയാം വെൻ എൽ ഈസ് ഈക്വൽ ടു 0, ഇതിൽ എൽ ഇൻഫിനിറ്റി വരുന്നൊരു കേസ് നമുക്കില്ല. വെൻ എൽ ഈസ് ഈക്വൽ ടു 0 ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് സസ്പെൻഷനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എൽ. അത് 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് 0 ആവുക എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെയാണ്. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തന്നെയാണ് സെൻറ്റർ ഓഫ് സസ്പെൻഷൻ വരിക എങ്കിൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ. അതായത് ഈ ഒരു റെക്റ്റാങ്കുലർ റോഡിൻ്റെ കേസിൽ ഇതിൻ്റെ കൃത്യം നടുക്കാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ തൂക്കിയിട്ടിട്ടാണ് നമ്മൾ ഇതിനെ ഓസിലേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ ഇത് വട്ടം കറങ്ങും. അതിൻ്റെ ടൈം പീരീഡ് ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് പറഞ്ഞിരുന്നു. അതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. വെൻ എൽ ഈസ് ഈക്വൽ ടു 0 ദ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദ ടൈം പീരീഡ് വിൽ ബി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്താ? ദ പെൻഡുലം വിൽ നോട്ട് ഓസിലേറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ന്യൂട്രൽ ഇക്വിലിബ്രിയം. അതൊരു ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് വരുന്നത്. ഓക്കെ, നൗ താങ്ക് യു.